ഇസ്ലാമിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമനേയി. ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കു ശേഷം രാജ്യത്തോട് നടത്തിയ പ്രസംഗത്തിലാണ് ഖമനേയി ഇതു പറഞ്ഞത്. ആവശ്യമെങ്കിൽ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഖമനേയി പറഞ്ഞത്. 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇറാനിൽ വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ഖമനേയി നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ അതിപ്രധാനമാണിത്. ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ആഹ്വാനമുണ്ടായിരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വയം പ്രതിരോധ സംവിധാനം ശക്തമാക്കണമെന്നും വേണ്ടി വന്നാൽ ഇസ്രായേലിനെതിരായ എല്ലാ വൈര്യവും മാറ്റിവെച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഖമനേയി ആഹ്വാനം ചെയ്തു. ശത്രുവെന്നാൽ ശത്രു എന്നാണ് ഖമനേയി പ്രസംഗത്തിലുടനീളം ഊന്നി പറഞ്ഞത്. ഇറാന്റെ ശത്രു ഫലസ്തീന്റെയും ലബനന്റെയും ഈജിപ്തിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും ശത്രുവാണ്. ശത്രുക്കൾ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും ഓപ്പറേഷൻ റൂം ഒന്നാണ്. ഒരിടത്ത് നിന്നുള്ള ആജ്ഞകളാണ് ഇവരെല്ലാം അനുസരിക്കുന്നത് എന്നായിരുന്നു ഖമനേയിയുടെ വാക്കുകൾ. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ന നിലയിലാണ് ശത്രുക്കൾ സഞ്ചരിക്കുന്നത്. ഫലസ്തീന്റെ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ നിൽക്കാനുള്ള അവകാശം ഫലസ്തീനുണ്ട്. അവർക്കായി നിലകൊള്ളുന്നതും അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതും നീതിയുക്തമാണ്. എന്നാൽ ഇസ്രായേലിന് കടുത്ത ഭീഷണി ഉയർത്തുമ്പോഴും എന്താണ് ഇറാന്റെ പ്ലാൻ എന്ന സൂചന പോലും നൽകാൻ ഖമനേയി തയ്യാറായിട്ടില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഉചിതമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഖമനേയി പറഞ്ഞത്. ഇക്കഴിഞ്ഞ ആക്രമണം നടത്തിയത് ശരിയായ സമയത്തായിരുന്നു. ശത്രുക്കളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയിരക്കണക്കിന് പേരാണ് ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ ആയതുള്ള അലി ഖമനേയിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയത്. നസ്രല്ലയെ പ്രകീർത്തിക്കുന്നതായിരുന്നു ഖമനേയിയുടെ പ്രസംഗം അത്രയും. നസ്രല്ല ഇന്ന് നമുക്കൊപ്പമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹം തുറന്നിട്ട പാതയും നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് അതെല്ലാം പ്രചോദനമാകും. സയനിസ്റ്റ് ശത്രുവിനെതിരെ ഇസ്ലാമിന്റെ പതാകയുമേന്തി യുദ്ധം നയിച്ചയാളാണ് നസ്രല്ല. അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ നസ്രല്ലയുടെ വിയോഗം വരുത്തിയ നഷ്ടം ചെറുതല്ല. നസ്രല്ലയുടെ നേതൃത്വത്തിന് കീഴിൽ കരുത്തോടെ വളർന്ന വൻമരമായിരുന്നു ഹിസ്ബുള്ളയെന്നും ഖമനേയി പറഞ്ഞു. ലബനനിൽ ചോരക്കറ വീണ ജനതയ്ക്ക് പിന്തുണ നൽകേണ്ടത് ഓരോ അറബ് രാഷ്ട്ര പൗരന്റെയും കടമയാണ്. ജിഹാദിനെ പിന്തുണയ്ക്കണം. അൽ അഖ്സ പള്ളിക്കായുള്ള പോരാട്ടത്തിൽ അണിചേരണം. ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണം ശരിയായ നീക്കമായിരുന്നു. അനധികൃതമായ അധിനിവേശത്തിന് ഒരു രാജ്യാന്തര നിയമവും പിന്തുണ നൽകുന്നില്ല. അതുകൊണ്ട് അധിനിവേശം നടത്തുന്നവരെയെല്ലാം അറബ് ജനത ഒന്നിച്ച് പോരാടി തോൽപ്പിക്കണം. സയനിസ്റ്റ് ശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം. അമേരിക്കൻ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഭൂമിയിൽ നിലനിൽക്കുന്നത്. ഖമനേയിയുടെ വാക്കുകൾ തീ തുപ്പുന്ന പ്രതികാരം നിറഞ്ഞതായിരുന്നു. വന്നവർ നസ്രുള്ളയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ കയ്യിലേന്തിയിരുന്നു. ലബനീസ് ഫലസ്തീൻ പതാകകളും പലരുടെയും കയ്യിലുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപാണ് ഇതുപോലെ ആയതുള്ള അലി ഖമനേയി ഇറാനിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രസംഗിക്കുന്നത്. അന്ന് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവൻ ഖോസം സൊലൈമാനിയെ വധിച്ചതിന് മറുപടി നൽകാനായിരുന്നു അത്. ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ ഖമനേയിയാണ് ഖുതുബയ്ക്ക് നേതൃത്വം നൽകുന്നതെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. പ്രാദേശിക സമയം രാവിലെ 10:30-ഓടെ നസ്രല്ല അനുസ്മരണത്തിന് ശേഷമായിരുന്നു ഗ്രാൻഡ് മോസ്കിൽ ഖമനേയിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് 1 വർഷം തികയാൻ ഇനി വെറും 3 ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് ഖമനേയി രാജ്യത്ത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്.